ഗുഡ് മോർണിംഗ് ആറ്റിങ്ങൽ. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ശേഷിയെ തകർക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എയ്ഡ്സ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത്. ഓവർകമിംഗ് ഡിസ്കഷൻ ട്രാൻസ്ഫോമിംഗ് ഓൺ ദ എയ്ഡ്സ് റെസ്പോൺസ്, ഇതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. എയ്ഡ്സിനെതിരെ ഒരു ബോധവൽക്കരണമായി യൂടെക് മോണ്ടിസോറി TTC സ്റ്റുഡൻസ് ആറ്റിങ്ങൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ. ആദ്യമായി നമുക്ക് സ്പീച്ച്. വെൽക്കം ഹെബ. Morning everyone. Today I am here to speak about World AIDS Day. It is observed every year on 1st December. This day reminds us to unite in the fight against HIV, show support for those living with it, and remember those who have lost their lives due to AIDS. HIV or human immunodeficiency virus attacks the immune system, making it difficult for the body to fight infections. When untreated, it leads to a condition called AIDS or acquired immunodeficiency syndrome. Though there is no complete cure, medicines can control the virus and help people live healthy lives. The World AIDS Day encourages awareness, prevention and support. We should understand that HIV does not spread through hugging, shaking hands or sharing food. It spreads through unsafe blood transfusions, unprotected physical relations, or sharing needles. Knowing this can help us avoid fear and discrimination. It is important to educate everyone about HIV prevention, testing, and treatment. Governments, healthcare workers, and organizations are working hard to control the spread of the virus. However, we also have a role to play. Let us create a world where people living with HIV are not judged but supported. Let us spread kindness, awareness, and care. Together, we can help those in need and make the world healthier. Thank you for listening, and let us all pledge to fight HIV with knowledge and compassion. Thank you. നമസ്കാരം. എയ്ഡ്സ് ഭീതിയുടെയും ആശങ്കയുടെയും കാർമേഘങ്ങൾ പടർത്തി മനുഷ്യരാശിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. വികസ്വര രാജ്യങ്ങളുടെയും ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് എത്തിയ എയ്ഡ്സ് വിഭജശേഷിയും ചികിത്സാ സൗകര്യങ്ങളും വേണ്ടത്ര ഇല്ലാത്ത ഏഷ്യൻ രാജ്യങ്ങൾക്ക് മേൽ ദുർവഹമായ ഭാരമേൽപ്പിക്കുന്ന സാമൂഹിക ദുരന്തവുമാണ്. എയ്ഡ്സിനെതിരെ ഒരു ബോധവൽക്കരണവുമായി യൂടെക് മോണ്ടിസോറി TTC സ്റ്റുഡൻസ് ആറ്റിങ്ങൽ അവതരിപ്പിക്കുന്ന ഒരു തെരുവ് നാടകം ഇതാ. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ശേഷിയെ തകർക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എയ്ഡ്സ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത്. ഓവർകമിംഗ് ഡിസ്ട്രപ്ഷൻ, ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ്, ഇതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. നിന്നെ പറ്റിയാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത്. എന്ത്? എന്നെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നുവെന്ന്? ഞാൻ എവിടെയുള്ളപ്പോൾ എന്നെ പറ്റി ഞാൻ തന്നെ പറഞ്ഞുകൊള്ളാം. ഞാനാണ് എയ്ഡ്സ്. മനുഷ്യ ശരീരത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുള്ള ഒരു ചെറിയ വൈറസ്. ഞാൻ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അവിടെ ഞാൻ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ?
ഉപയോഗിച്ച രീതിയിൽ തന്നെ മറ്റേയാളും ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ശരിയായ കാര്യമാണ്. തിരിക്കേറിയ ഒരു ബാർബർ ഷോപ്പിലേക്ക് പോയാലോ? അവിടെ ഞാൻ എങ്ങനെ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കണ്ടില്ലേ കൂട്ടുകാരെ, ഒരാളിൽ ഉപയോഗിച്ച ബ്ലേഡ് തന്നെ മറ്റേയാളിലും ഉപയോഗിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ഒരു ചെറിയ മുറിവിലൂടെ പോലും എനിക്ക് അവരുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കടക്കാൻ കഴിയും. അടുത്തുള്ള ഒരു കോളേജിലേക്ക് പോയാലോ? അതാ അവിടെ കുറച്ച് ചെറുപ്പക്കാർ നിൽപ്പുണ്ട്. അവരുടെ ഇടയിലും ഞാനുണ്ടെന്നുള്ള കാര്യം വേഗം പറയേണ്ടതില്ലല്ലോ. ഇതിലൂടെയെല്ലാം എനിക്ക് മനുഷ്യരീരത്തിലേക്ക് പെട്ടെന്ന് കടക്കാൻ കഴിയും. ഞാൻ മനുഷ്യരീരത്തിലേക്ക് പ്രവേശിക്കാനായി ഉപയോഗിക്കുന്ന എളുപ്പ വഴിയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതാ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നില്ലേ? അവിടെ ഒരു യുവതി നിൽപ്പുണ്ട്. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? ഇല്ല, ഒരിക്കലുമില്ല. ഇത് സമൂഹത്തിന്റെ വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ്. രോഗിയുമായി സംസാരിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ സമ്പർക്കം നിർത്തുമ്പോഴോ വൈറസ് പകരുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരീരസ്രവങ്ങളിലൂടെയാണ് എയ്ഡ്സ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എയ്ഡ്സ് രോഗിയായ മുലപ്പാൽ കുഞ്ഞിന് ലഭിക്കുന്നതിലൂടെ കുഞ്ഞിന് വരുമോ എയ്ഡ്സ്? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. മുലപ്പാലിലൂടെ 5% താഴെ മാത്രമേ കുഞ്ഞിന് എയ്ഡ്സ് പകരുകയുള്ളൂ. ആയതിനാൽ കുഞ്ഞിന് ജന്മാവകാശമായ മുലപ്പാൽ നാം ഒരിക്കലും നിഷേധിക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റി അറിയണ്ടേ? അസാധാരണമായ ശരീരഭാരം കുറയുന്നത്, 1 മാസത്തിലേറെയായുള്ള പനി, ചുമ, വയറിളക്കം, വായുപ്പൂപ്പൽ, ദേഹത്ത് ചൊറിച്ചിൽ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ.
അറിഞ്ഞാൽ മതിയോ? പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് അറിയണ്ടേ? തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുക. സിലിണ്ടറും ബ്ലേഡും മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുക. രക്തം ദാനം ചെയ്യുമ്പോഴും സ്വീകരിക്കുമ്പോഴും HIV ടെസ്റ്റ് ഉറപ്പുവരുത്തുക. എന്നിവയിലൂടെ നമുക്ക് എയ്ഡ്സിനെ പ്രതിരോധിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഒരു എയ്ഡ്സ് രോഗിയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണോ വേണ്ടത്? വായുവിലൂടെയും ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും സ്പർശനത്തിലൂടെയും പരാഗജീവികളിലൂടെയും ഒരിക്കലും ഈ അസുഖം തകരില്ല. മാത്രവുമല്ല, എയ്ഡ്സ് രോഗം തുടക്കത്തിലെ തിരിച്ചറിയാനായി എലീസ ടെസ്റ്റ് നടത്തുകയും ആന്റിറിട്രോവൈറൽ തെറാപ്പിക്ക് വിധേയരാവുകയും ചെയ്താൽ വളരെ കാലം ഒരു എയ്ഡ്സ് രോഗിക്ക് സ്വാഭാവിക ജീവിതം നയിക്കാൻ കഴിയും. ഇന്നത്തെ സമൂഹത്തിൽ എയ്ഡ്സ് രോഗികളെ പരിഗണിക്കാൻ ആരുണ്ട്? ഉണ്ടല്ലോ. ഇന്നത്തെ സമൂഹത്തിൽ എയ്ഡ്സ് രോഗികൾക്കായി ഗവൺമെന്റ് ഒട്ടനവധി സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് ഉഷസ്, പുലരി, ജ്യോതിസ്, പ്രത്യാശ, സുരക്ഷ. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിനായി ഇവരെ പിന്തുണയ്ക്കുകയല്ലേ നാം ചെയ്യേണ്ടത്? എല്ലാ വർഷവും ഡിസംബർ ഒന്നാം തീയതി നാം എയ്ഡ്സ് ദിനമായി ആചരിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഇതിനെക്കുറിച്ച്. ഇതിനെതിരായി ന്യൂട്ടൺ എഡ്യൂക്കേഷന്റെ ബോധവൽക്കരണത്തിനായി നാം ഒരു നേർചിത്രം നടത്തും. അത് നമ്മുടെ ഇടയിലുമുണ്ട് എയ്ഡ്സ് രോഗം. അതെ, ഇന്ന് നമ്മുടെ ഇടയിലുമുണ്ട് എയ്ഡ്സ് രോഗം. എയ്ഡ്സ് ഇന്ന് ഇന്ത്യയിൽ 3-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോധവൽക്കരണത്തിന് വളരെ പ്രാധാന്യം. സ്വന്തം നാടായ കേരളം ഒട്ടും പിറകിലല്ല. കൂട്ടുകാരെ, നിങ്ങൾക്കറിയുമോ എന്താണ് എയ്ഡ്സ് എന്ന്? അതെന്താ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന ചെറിയ രോഗാണു പരത്തുന്ന ഒരു വലിയ രോഗമാണ് എയ്ഡ്സ്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ HIV വൈറസ് ശരീരത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന്? നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്നെ പറ്റി കൂടുതൽ അറിയണ്ടേ? വരൂ, നമുക്കൊരു കോളേജിലേക്ക് പോകാം. ഭാവനയിൽ ഒരു സഞ്ചാരിയായി സ്വപ്ന സഞ്ചാരി നാം എന്റെ ശിഥിലമാം ഓർമ്മകളിൽ പുകപടലം ഏക ഇവരൊന്നും മാറി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. മിഴിയിലേക്ക് തുണി കുടഞ്ഞ്
എനിക്ക് സാധിക്കില്ല. ഇത് അറിയാതെ സംഭവിച്ചതല്ലേ? അറിയോ അറിയാതെയോ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ഈ പിൻസോമനിൽ നിന്ന് മാറി നിൽക്കാനും എനിക്ക് സാധിക്കില്ല. മുലപ്പാലിൽ നിന്നും കുഞ്ഞിന് HIV പകരുമോ? അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ജന്മാവകാശമായ മുലപ്പാൽ ഒരിക്കലും നിഷേധിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ HIV വൈറസ് പകരുന്നത്? അപ്പോൾ ഇവരെ തൊടുന്നത് പോലെ അപകടമാണല്ലോ. ഇല്ല, ഒരു പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിച്ചത് കൊണ്ടോ ഒരുമിച്ചിരുന്നത് കൊണ്ടോ ഒരിക്കലും HIV ഉണ്ടാവില്ല. ഇതുപോലെയാണല്ലേ ഹെപ്പറ്റൈറ്റിസ് വൈറസ് പകരുന്നത്? അതെ, ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗവും ഇതുപോലെയാണ് പടരുന്നത്. എന്നാൽ നമ്മുടെ സമൂഹം കാണുന്നത് രണ്ടും രണ്ട് രീതിയിലാണ്. ഈ രോഗം പകരില്ലെങ്കിൽ എന്തിനാണ് സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നത്? അത് സമൂഹത്തിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. HIV ബാധിച്ച ഒരാളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെയും നമ്മോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഈ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നാം എങ്ങനെ തിരിച്ചറിയും? HIV മനുഷ്യരിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ലക്ഷണങ്ങൾ കാണിക്കില്ല. വളരെ പതിയെ മാത്രമാണ് ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. പനി, തൊണ്ടവേദന, ചുമ, വയറിളക്കം തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ഈ രോഗത്തിന് ചികിത്സയൊന്നുമില്ലേ? ആന്റി റെട്രോ വൈറൽ തെറാപ്പിയാണ് ഇന്ന് എയ്ഡ്സിന് ലഭ്യമായ ചികിത്സ. അത് 3 മെഡിസിൻസ് കമ്പൈൻ ചെയ്തതാണ്. രോഗം തുടങ്ങുന്ന മുതൽ ചികിത്സ ആരംഭിക്കുകയാണ് അവർക്ക് ഒരു പരിധിവരെ സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. കൂട്ടരെ, ഇതാണ് ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇപ്പം മാറിയില്ലേ? നിങ്ങളുടെ ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തി മൂലമാണ്. നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കണമോ വേണ്ടയോ എന്ന്. നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ HIV എങ്ങനെയാണ് പകരുന്നതെന്നും പകരാത്തതെന്നും? HIV ബാധിച്ച ഒരാളെ നാം ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പാടില്ല. അവരെയും ചേർത്ത് നിർത്തുക, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അവരോടൊപ്പം കൂട്ടുകൂടുക. ഇന്ന് ലോക എയ്ഡ്സ് ദിനമായി ഞങ്ങളുടെ ഈ ബോധവൽക്കരണ നാടകം കണ്ടുനിന്ന എല്ലാവർക്കും യൂടെക് എഡ്യൂക്കേഷൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും നന്ദി അറിയിക്കുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. ഇന്നും പലർക്കും എയ്ഡ്സിനെ കുറിച്ചും പല തെറ്റിദ്ധാരണകളുമുണ്ട്. എയ്ഡ്സ് ബാധിച്ചവരുടെ അടുത്തിരിക്കാൻ പാടില്ല, അവരുടെ തൊടാൻ പാടില്ല, അവരുപയോഗിച്ച സാധനങ്ങൾ എടുക്കാൻ പാടില്ല, അങ്ങനെ എന്തെല്ലാം നിബന്ധനകൾ. ഇതൊക്കെ ശരിയാണോ? പക്ഷേ എന്താണ് ശരി? ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അർജുന്റെ ജീവിതത്തിലേക്കാണ്. കഴിഞ്ഞ 2 വർഷം അവൻ അനുഭവിച്ച ജീവിത ദുരന്തങ്ങളിലേക്കും അവൻ അനുഭവിച്ച ഒറ്റപ്പെടലിലേക്കുമാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്റെ ഈ ചെറു മോണോ ആക്ടിന് ഒരു പേരുണ്ട്, ചുവന്ന റിബൺ. ഈ ചുവന്ന റിബൺ ഒരു രോഗത്തിന്റെ ലക്ഷണം മാത്രമല്ല, ഇത് ആത്മവിശ്വാസത്തിന്റെ പ്രതീക്ഷയുടെയും കൂടെയാണ്. എന്റെ പേര് അർജുൻ. എനിക്കിപ്പോൾ 18 വയസ്സായി. 2 വർഷം മുമ്പ് 3 അക്ഷരം എന്റെ ജീവിതം മാറ്റിമറിച്ചു. HIV. അന്ന് സമൂഹം എന്നെ ഒറ്റപ്പെടുത്തി. എന്റെ ക്ലാസ് റൂം എന്നെ അന്യനായി കണ്ടു. പക്ഷേ ഒരാൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അശോക്. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ പോലെ
ഒരുപാട് പേർ ഈ ലോകത്തുണ്ട്. അവരുടെ എല്ലാം കൂടെ ആരെങ്കിലും ഒരാൾ കൈത്താങ്ങായി കാണുമോ? ചിലപ്പോൾ കാണില്ലായിരിക്കാം, ചിലപ്പോൾ കാണുമായിരിക്കാം. നിങ്ങളെ ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വർഷങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ഹലോ അർജുൻ, നീ എവിടെയാണ് നിൽക്കുന്നത്? നീ വീട്ടിൽ ചെന്നില്ലെന്നും പറഞ്ഞ് നിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു, ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. നീ എവിടെയാണ്? ഹലോ, ഞാൻ അർജുൻ. അർജുന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അർജുനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് വേഗം വരുമായിരുന്നെങ്കിൽ. അയ്യോ, അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബ്ലഡ്, അത്രയേ ഉള്ളൂ. അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുറച്ചധികം ബ്ലഡ് പോയി, പക്ഷേ ഞാൻ അവന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു പറയണം, ഞങ്ങൾ അവനെ ക്ലാസ്സിൽ കയറ്റിയില്ല. Good afternoon, everyone. Today I would like to speak about some words to regard with AIDS Day celebration. AIDS stands for Acquired Immunodeficiency Syndrome. It is caused by human immunodeficiency virus. 25 million people affected this disease. Children and newborn babies also get affected by this disease. In 1981, each one of recognized HIV infection is contagious disease. It can be transmitted from person to person. It can be transmitted by 3 modes. Transmitted by sexual contact, blood or blood product, that is usage of unsterile syringe in hospitals. HIV can transmit to a mother to her baby during pregnancy or delivery. It can also transmit through breast milk. It cannot be transmitted by coughing, sneezing, or it also cannot be transmitted through water, air, food. Some people HIV do not show any symptoms several months or several years. The symptoms of HIV infection are cough, fever, diarrhea, tiredness, etc. HIV virus attack human immune system. It weakens the ability to fight against diseases and infections. There is no cure for HIV or AIDS. Thank you so much. പ്രിയ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. HIV സംബന്ധിച്ച് ശരിയായ അറിവ് എല്ലാവർക്കും ലഭിക്കണമെന്ന സന്ദേശം നൽകുന്ന അത്യന്തം പ്രധാനപ്പെട്ട ദിനമാണ് ഇത്. HIV ഒരു വൈറസ് ആണ്. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്നു. പക്ഷേ ശരിയായ മുൻകരുതലുകളും സമയത്ത് പരിശോധനയും ഉണ്ടെങ്കിൽ ഈ വൈറസിനെ നിയന്ത്രിക്കാനും ആരോഗ്യം നിലനിർത്താനും കഴിയുമെന്ന് ഇന്ന് ലോകം തെളിയിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എയ്ഡ്സ് സ്പർശനത്തിലൂടെ, ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ സാധാരണ കൂടിക്കാഴ്ചകളിലൂടെ പകരുന്ന ഒരു രോഗമല്ല. ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് പലപ്പോഴും ആളുകൾ രോഗബാധിതരെ ഒഴിവാക്കാൻ കാരണമാകുന്നത്. അതിനാൽ നമുക്ക് ആദ്യം മാറ്റേണ്ടത് ഇവ പോലുള്ള തെറ്റായ ധാരണകളാണ്. എയ്ഡ്സ് ബാധിച്ചവർക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്നേഹവും കരുണയും പിന്തുണയും അത്യന്തം ആവശ്യമാണ്. നമുക്കവരെ വിവേചനം ചെയ്യാതെ മനസ്സോടെ കൈപിടിച്ചു നടക്കാം. ഈ എയ്ഡ്സ് ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു വാഗ്ദാനം ചെയ്യാം. അറിവ് പകരാനും തെറ്റിദ്ധാരണകൾ നീക്കാനും എല്ലാവരോടും കരുണയും മനുഷ്യ സ്നേഹവും കാണിക്കാനും. ഇതാണ് രോഗത്തെയും ഭയത്തെയും ഒരുപോലെ തോൽപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി. നന്ദി.